നമസ്കാരം. അക്ഷയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൈവശത്തുള്ളത് വെള്ള നീല നിറത്തിലുള്ള APL റേഷൻ കാർഡാണോ? കുടുംബ വരുമാനം കുറഞ്ഞിട്ടും ഇപ്പോഴും APL വിഭാഗത്തിൽ തന്നെയാണോ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും അവസാനം വരെ കാണണം. കാരണം APL റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ അർഹർ, എന്തെല്ലാം രേഖകൾ വേണം, എങ്ങനെ അപേക്ഷിക്കാം, അപേക്ഷ നൽകിയാൽ എത്ര ദിവസം കാത്തിരിക്കണം, അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, പുതിയ റേഷൻ കാർഡ് ലഭിച്ചാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം APL കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാം. APL എന്നാൽ എബോവ് പോവർട്ടി ലൈൻ എന്നാണ് അർത്ഥം. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള കുടുംബാംഗങ്ങൾ. കേരളത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള റേഷൻ കാർഡാണുള്ളത്. മഞ്ഞ കാർഡ് അന്ത്യോദയ അന്നയോജന AAY എന്ന് പറയും. പിങ്ക് കാർഡ് മുൻഗണനാ വിഭാഗം PHH എന്ന് പറയും. അതുപോലെ നീല കാർഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. NPS എന്നാണ് അറിയപ്പെടുന്നത്. വെള്ള കാർഡ് നോൺ പ്രയോറിറ്റി എന്നാണ്, NPNS എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവയിൽ മഞ്ഞയും പിങ്കും സാധാരണമായി BPL വിഭാഗമായി കണക്കാക്കപ്പെടുന്നു. വെള്ളയും നീലയും APL വിഭാഗത്തിൽ പെടുന്നു. അതിനാൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുള്ള കുടുംബാംഗങ്ങൾ BPL വിഭാഗത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ BPL കാർഡ് ആഗ്രഹിക്കുന്നത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് BPL കാർഡിലേക്ക് മാറാൻ ആളുകൾ ശ്രമിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്നാമതായി കുറഞ്ഞ നിരക്കിൽ റേഷൻ സാധനങ്ങൾ ലഭിക്കും. രണ്ടാമതായി നിരവധി ക്ഷേമ പദ്ധതികളിൽ മുൻഗണന ലഭിക്കും. മൂന്നാമതായി വിവിധ സർക്കാർ ധനസഹായ പദ്ധതികളിൽ അർഹത ലഭിക്കും. നാലാമതായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ കൂടുതൽ പ്രയോജനം ലഭിക്കും. അഞ്ചാമതായി ചില സ്കോളർഷിപ്പുകൾ, ഭവന പദ്ധതികൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, സർക്കാർ ആശുപത്രികളിൽ സ്കാനിങ് നിരക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മുൻഗണന നമ്മൾക്ക് BPL റേഷൻ കാർഡ് ആണെങ്കിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ അർഹരായ നിരവധി കുടുംബാംഗങ്ങൾ ഇപ്പോൾ കാർഡ് മാറ്റത്തിനായി അപേക്ഷിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. ആരാണ് BPL കാർഡിന് അർഹർ? പൊതുവായി കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യം പരിശോധിച്ചാണ് തീരുമാനമെടുക്കുന്നത്. കുടുംബ വരുമാനം വളരെ കുറവായിരിക്കണം. സ്വന്തമായി വലിയ സ്വത്തുക്കളോ ആഡംബര സൗകര്യങ്ങളോ ഉണ്ടാവരുത്. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മുൻഗണന ലഭിക്കും. ഇനി പറയുന്ന വിഭാഗങ്ങൾ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞു തരാം. വിധവ കുടുംബനാഥ, ഗുരുതര രോഗബാധിതർ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ, ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, അതിദാരിദ്ര്യ കുടുംബങ്ങൾ, സ്ഥിര വരുമാനമില്ലാത്ത കുടുംബങ്ങൾ. എന്നാൽ അവസാന തീരുമാനം സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ആവശ്യമായ രേഖകൾ. അപേക്ഷ നൽകുന്നതിന് മുൻപ് ഈ പറയുന്ന രേഖകൾ തയ്യാറാക്കി വെക്കണം. ഒന്നാമതായി നിലവിലുള്ള റേഷൻ കാർഡ്, രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റ്, മൂന്നാമതായി ആധാർ കാർഡ്, നാലാമതായി വോട്ടർ ID അല്ലെങ്കിൽ പാൻ കാർഡ്, അഞ്ചാമതായി വിലാസരേഖ. ഉദാഹരണത്തിന് വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ, ബാങ്ക് പാസ്ബുക്ക്, വാടക കരാർ തുടങ്ങിയവ, ഇവയെല്ലാം വിലാസരേഖയായി ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ആറാമതായി കുടുംബനാഥന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഏഴാമതായി പ്രത്യേക സാഹചര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ. ഉദാഹരണത്തിന് വിധവാ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഗുരുതര രോഗ സർട്ടിഫിക്കറ്റ്. ഇവ ഉണ്ടെങ്കിൽ അപേക്ഷയ്ക്ക് സഹായമാകാം. ഇനി ഓൺലൈൻ അപേക്ഷ എങ്ങനെ നൽകാമെന്ന് നോക്കാം. ആദ്യം കേരള സിവിൽ സപ്ലൈസ് സിറ്റിസൺസ് പോർട്ടൽ പ്രവേശിക്കുക. പുതിയ ഉപഭോക്താവാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. നേരത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. ശേഷം RC സർവീസസ് എന്ന വിഭാഗത്തിലേക്ക് പോവുക. അവിടെ കാർഡ് പരിവർത്തനം അല്ലെങ്കിൽ പരിഷ്കരണം സംബന്ധിച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിലവിലുള്ള റേഷൻ കാർഡ് നമ്പർ നൽകുക. കുടുംബ വിവരങ്ങൾ നൽകുക. വരുമാന വിവരങ്ങൾ നൽകുക. തുടർന്ന് ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. വിവരങ്ങളെല്ലാം പരിശോധിച്ച ശേഷം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ നമ്പർ കുറിച്ച് വെക്കാൻ മറക്കരുത്. അപേക്ഷ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഇത് അത്യാവശ്യമായ കാര്യമാണ്. ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ഓഫ്ലൈൻ രീതിയിലും അപേക്ഷിക്കാം. അതിനായി സമീപത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോവുക. അവിടെ നിന്ന് അപേക്ഷാ ഫോം വാങ്ങുക. ഫോം കൃത്യമായി പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകളുടെ പകർപ്പുകൾ ചേർക്കുക. ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് സമർപ്പിക്കുക. രസീത് വാങ്ങാൻ മറക്കരുത്. അതുപോലെ തന്നെ അപേക്ഷ നൽകിയ ഉടനെ കാർഡ് മാറില്ല. സാധാരണയായി
ഉദ്യോഗസ്ഥൻ ഫീൽഡ് പരിശോധന നടത്തും. നിങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി വിവരങ്ങൾ പരിശോധിക്കാം. നൽകിയ വരുമാന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കും. കുടുംബത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തും. ഇതിനുശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. പലരുടെയും അപേക്ഷ നിരസിക്കപ്പെടാറുണ്ട്. അതിന് ചില പ്രധാന കാരണങ്ങൾ ഈ പറയുന്നവയാണ്. അതായത് തെറ്റായ വിവരങ്ങൾ നൽകുക, രേഖകളിൽ പൊരുത്തക്കേടുണ്ടാവുക, വരുമാന സർട്ടിഫിക്കറ്റ് ശരിയല്ലാതിരിക്കുക, അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത്, സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുക. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി കൊടുക്കണം. അതുപോലെ തന്നെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും. അതിനുശേഷം വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹത ലഭിക്കാം. കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാം. ക്ഷേമ പദ്ധതികളിൽ മുൻഗണന ലഭിക്കാം. ഭവന പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ തുടങ്ങിയവയിൽ കൂടുതൽ സാധ്യത ലഭിക്കാം. ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകട്ടെ. സാമ്പത്തികമായി അർഹതയില്ലാത്തവർ BPL കാർഡ് നേടാൻ ശ്രമിക്കരുത്. വ്യാജരേഖകൾ സമർപ്പിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരാം. അനർഹരായി കണ്ടെത്തിയാൽ കാർഡ് റദ്ദാക്കുകയും പിഴ ചുമത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സിവിൽ സപ്ലൈസ് വകുപ്പും ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ച ശേഷമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. അതിനാൽ അപേക്ഷ നൽകിയതിനു ശേഷം കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരാം. ചില സാഹചര്യങ്ങളിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് മോശമായിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൃത്യമായി സമർപ്പിക്കണം. ഉദാഹരണത്തിന് കുടുംബനാഥന് ജോലി നഷ്ടപ്പെട്ടത്, ഗുരുതര രോഗം മൂലം വരുമാനം കുറഞ്ഞത്, കുടുംബത്തിലെ പ്രധാന വരുമാന മാർഗം നിലച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ സമർപ്പിക്കുന്നത് അപേക്ഷ പരിഗണിക്കുമ്പോൾ സഹായകരമാകും. ഇനി മറ്റൊരു പ്രധാന കാര്യം, പലർക്കും റേഷൻ കാർഡിലെ വിവരങ്ങൾ വർഷങ്ങളായി പുതുക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പേര്, വിലാസം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ആധാർ ലിങ്കിങ് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കുക. കാരണം രേഖകളിലെ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അപേക്ഷയുടെ നടപടികൾ വൈകാനോ നിരസിക്കപ്പെടാനോ സാധ്യത കൂടുതലാണ്. കൂടാതെ നിലവിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാൻ കാത്തിരിക്കുന്ന നിരവധി കുടുംബാംഗങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാൽ അർഹരായ എല്ലാവർക്കും ഒരേ സമയം കാർഡ് മാറ്റം ലഭിക്കണമെന്നില്ല. സർക്കാർ നടത്തുന്ന പരിശോധനകളും അതുപോലെ തന്നെ ലഭ്യമായ കോട്ടയും പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ഇനി ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി നൽകാം. ചിലർ പണം വാങ്ങി BPL കാർഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ ഒരിക്കലും വീഴരുത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ വഴിയോ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയോ മാത്രമേ നടക്കാവൂ. അതിനാൽ നിങ്ങളുടെ കുടുംബം യഥാർത്ഥത്തിൽ അർഹത വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ആവശ്യമായ രേഖകൾ തയ്യാറാക്കി നിയമാനുസൃതമായി അപേക്ഷ നൽകുക. അപേക്ഷയുടെ പുരോഗതി ഇടയ്ക്കിടെ പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന അധിക വിവരങ്ങൾ സമയബന്ധിതമായി നൽകുകയും ചെയ്യുക. ഇന്ന് പങ്കുവച്ച ഈ വിവരങ്ങൾ APL കാർഡിൽ നിന്നും BPL കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ റേഷൻ കാർഡ് വാർത്തകൾ, സർക്കാർ പദ്ധതികൾ, പെൻഷൻ വിവരങ്ങൾ, PM കിസാൻ അപ്ഡേറ്റുകൾ എന്നിവ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.